2016 ഫെബ്രുവരി 2-ാം തീയതി കാരുണ്യവർഷത്തിൽ കരുണയുടെ ദാസനെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ദൈവകാരുണ്യം നമ്മെ അറിയിച്ചു. നിയുക്ത മെത്രാൻ സഭയിലും ലോകത്തിലും കാരുണ്യത്തിൻ്റെ പ്രകാശഗോപുരമായി പ്രഭ ചൊരിയട്ടെ എന്ന് ആശിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ ക്രിസ്തുദാസ് മെത്രാൻ കരുണയുടെ ഞായറിൽ അഭിഷിക്തനാകുന്നതും ദൈവകാരുണ്യമാണ്. ദൈവത്തിൻ്റെ പേര് കരുണയാണ്. നമ്മുടെ ക്രിസ്തുദാസ് മെത്രാനും യേശുവിൻ്റെ കരുണയുടെ ഇടയനായി നമ്മെ നയിക്കാൻ പ്രാർത്ഥനാനിരതരാകാം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ചരിത്രത്തിൻ്റെ സുപ്രധാന ഏടുകളിലേക്ക് പോകാം. ഭാരതത്തിലെ ആദ്യ രൂപതയായ കൊല്ലത്തിൻ്റെയും പോർച്ചുഗീസ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഗോവ, കൊച്ചി രൂപതകളുടെയും തുടർന്ന് രൂപപ്പെട്ട മലബാർ വികാരിയത്തിലെ വരാപ്പുഴ രൂപതയുടെയും പൂർവ്വ പാരമ്പര്യത്തിൽ പങ്കുചേരുന്നവരാണ് തിരുവനന്തപുരം അതിരൂപതയിലെ ലത്തീൻ കത്തോലിക്കർ. ഐത്തവും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന നമ്മുടെ നാട്ടിൽ സാമൂഹ്യനീതിക്ക് വേണ്ടി കൊതിച്ചിരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ജീവത്യാഗം ചെയ്ത അനേകം മിഷണറിമാരുടെ കഠിനമായ പരിശ്രമ ഫലമായാണ് തിരുവിതാംകൂറിൻ്റെ തെക്കൻ മേഖലയിൽ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത്. ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ മിഷണറിമാർ തുടങ്ങിവയ്ക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും അനുയായികളും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത വിശ്വാസം ആഴപ്പെടുത്തുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് ഋഷിവര്യനായ അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ്. തുടർന്ന് 1937 രൂപം കൊണ്ട തിരുവനന്തപുരം രൂപതയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ അഭിവന്യ വിൻസെൻ്റ് ഡെരേര പിതാവും പ്രഥമ തദ്ദേശീയ മെത്രാനായ അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര പിതാവും അഭിവന്യ ബെനഡിക്റ്റ് ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവും രൂപതയെ നയിച്ചു. 1990 സൂസപ്പാക്യം പിതാവ് രൂപതാധ്യക്ഷനായി തിരുവനന്തപുരം പ്രാദേശിക സഭയുടെ വളർച്ചയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന വളരെ വിലപ്പെട്ടതാണ്. ഇവരോടൊപ്പം ഈ മഹത്തായ ദൗത്യത്തിൽ പങ്കുചേരുന്ന ധാരാളം വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ ശ്രേഷ്ഠരുടെയും നിസ്തുലമായ മിഷൻ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. രൂപത സ്ഥാപിതമായതിൻ്റെ 67-ാം വർഷത്തിൽ 2004 ജൂൺ 3-ാം തീയതി തിരുവനന്തപുരം രൂപത അതിരൂപതയായും സൂസപ്പാക്യം മെത്രാൻ മെത്രാപൊലീത്തയായും ഉയർത്തപ്പെട്ടു. അതുവരെ കേരള ലത്തീൻ സഭയ്ക്ക് വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ 11 രൂപതകൾ അടങ്ങുന്ന ഒരു പ്രോവിൻസ് മാത്രമാണുണ്ടായിരുന്നത്. ഈ പ്രോവിൻസ് വിഭജിച്ച് കൊല്ലം, ആലപ്പുഴ, പുനലൂർ, നെയ്യാറ്റിൻകര എന്നീ രൂപതകളെ തിരുവനന്തപുരം അതിരൂപതയുടെ സാമന്ത രൂപതകളാക്കി. അഭിവന്യ സൂസപ്പാക്യം പിതാവ് മെത്രാനായതിൻ്റെ 27-ാം വർഷം തികയുന്ന 2016 ഫെബ്രുവരി 2-ാം തീയതി തിരുവനന്തപുരം അതിരൂപതയ്ക്ക് സഹായ മെത്രാനെ നിയമിച്ചുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചു. നമുക്ക് നമ്മുടെ പുതിയ സഹായ മെത്രാനെ പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലെ അടിമലത്തുറ കടലോര ഗ്രാമത്തിൽ രാജപ്പൻ്റെയും ആഞ്ചലീനയുടെയും 6 മക്കളിൽ മൂത്ത മകനാണ് റവറൻഡ് ഡോക്ടർ ആർ ക്രിസ്തുദാസ്. തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ തീരപ്രദേശ ഗ്രാമമാണ് അടിമലത്തുറ. അറബിക്കടലും കരിച്ചൽ കായലും ചൊവ്വരക്കുന്നും അതിരുകളിടുന്ന അടിമലത്തുറ അതിവേഗം വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. അടിമലത്തുറയ്ക്ക് എത്തുന്നതിന് മുമ്പ് ചൊവ്വരക്കുന്നിൽ നിന്നും നോക്കിയാൽ ഈ മത്സ്യബന്ധന ഗ്രാമത്തിൻ്റെ വിദൂര ഭംഗി ആസ്വദിക്കാം. മലയും താഴ്വാരവും ഒന്നിക്കുന്ന പ്രദേശമായതുകൊണ്ടാകണം മലയുടെ അടിഭാഗത്തുള്ള തുറ എന്ന പേര് സിദ്ധിച്ചത്. ഒപ്പം അറബിക്കടലിൻ്റെ തലോടലും അനുഭവിക്കുന്ന അതിസുന്ദര ഗ്രാമം. ഫാത്തിമ മാതാ ദേവാലയം അടിമലത്തുറ ഇടവക രൂപപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ദേവാലയം കാലങ്ങൾക്ക് ശേഷം നവീകരിച്ചു. അടിമലത്തുറ ശിലുവമല. അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര ആശീർവദിച്ച് മലമേൽ സ്ഥാപിച്ച കുരിശ് അശരണർക്കാശ്രയമായി രക്ഷയുടെ സങ്കേതമായിക്കൊണ്ടിരിക്കുന്നു. അനേകം ഭക്തജനങ്ങളും വിനോദയാത്ര സഞ്ചാരികളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഗത്സമെനിയിലെ മരണവേദനയും കാൽവരിയിലേക്കുള്ള യാത്രയും
ജീവന്റെ സമൃദ്ധിയുടെ അനുഭവവേദ്യമാകുന്ന പുണ്യസ്ഥലമാണ് ശിലുവമല. 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന മരിയ നിലയം കോൺവെന്റ്. ബഹുമാനപ്പെട്ട SRA സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി മരിയ നിലയം ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ പഠനം ക്രമീകരിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കുന്നു. ഇടവകയുടെ പ്രധാന ദേവാലയമായ ഫാത്തിമ മാതാ ചർച്ച്, 9,000-ലധികം വരുന്ന ഒരു ഇടവക സമൂഹം, ആത്മീയവും ഭൗതികവുമായ നിരവധി പ്രവർത്തനത്താൽ കർമ്മനിരതമായ അടിമലത്തുറ ഇടവക. അഭിവന്യ ക്രിസ്തുദാസ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് 6 ആൺമക്കളാണ് 71-കാരനായ രാജപ്പനും 61-കാരിയായ ആഞ്ചലീനയ്ക്കും. പ്രാർത്ഥനാ ചൈതന്യവും അനുസരണയും ഐക്യവുമുള്ള സ്നേഹസമ്പൂർണമായ മാതൃകാ കുടുംബം. റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസിൻ്റെ നേരെ ഇളയ സഹോദരൻ വിൽഫ്രഡ് മത്സ്യബന്ധന തൊഴിലാളിയാണ്. മില്ലറ്റ്, ജോയി, ഡോറസ്, ലോർദോൺ എന്നീ ഇളയ സഹോദരങ്ങളെല്ലാം വിദേശത്താണ്. എല്ലാവരും സ്വപ്രയത്നത്താൽ പഠിച്ച് സ്വന്തമായി തൊഴിൽ നേടിയവർ. എല്ലാവരും വിവാഹിതരായി സന്തുഷ്ട കത്തോലിക്ക കുടുംബമായി ജീവിക്കുന്നു. അമ്മ ആഞ്ചലീന ലൂർദുപുരം കോൺവെന്റ് തയ്യൽ കേന്ദ്രത്തിൽ തയ്യൽ ജോലി ചെയ്യുന്ന കാലത്ത് മൂത്ത മകനായ ക്രിസ്തുദാസിനെ ലൂർദുപുരം സെന്റ് ഹെലൻസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തു. തുടർന്ന് പുല്ലുവിള ലിയോ 13th HSS സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. 1987-ൽ മേനംകുളം മൈനർ സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. തുടർന്ന് പൂനെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. 1998 നവംബർ 25 ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം പിതാവിൻ്റെ കൈവയ്പും പ്രാർത്ഥനയും വഴി പൗരോഹിത്യം സ്വീകരിച്ചു. ക്രിസ്തുരാജയുടെ തിരുനാൾ ദിവസം മകനെ പ്രസവിച്ച സന്തോഷം കൊണ്ട് മകന് ക്രിസ്തുദാസ് എന്ന് പേരിട്ടു. ഈ മകനെ ആ ദിവസം രാജൻ്റെ ആ ദിവസം ഞാൻ പ്രസവിച്ചത് കൊണ്ട് ആ മകനെ ആ രീതിയിൽ തന്നെ എനിക്ക് വളർത്തി തരണമെന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്ന് വരെ ഞങ്ങൾ ക്രിസ്തുരാജരുമായിട്ടുള്ള ആ സ്നേഹവും ബന്ധവും ആ മണ്ണിൽ കൂടി അവിടെ എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ക്രിസ്തുരാജരുടെ ആ തിരുനാൾ ദിവസത്തിൽ തന്നെ പൗരോഹിത്യം മകന് നൽകിയത് കൊണ്ടും അതിൻ്റെ സന്തോഷത്തിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മെത്രാൻ പട്ടം മകന് ക്രിസ്തുരാജരുടെ പാദത്ത് വെച്ച് കൊടുക്കുന്നതിനും വളരെ സന്തോഷം ഉണ്ട്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ക്രിസ്തുരാജ സന്നിധിയിൽ മാതാപിതാക്കൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥിക്കാനെത്തുമായിരുന്നു. 1971 നവംബർ 25-ാം തീയതി ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ നിയുക്ത മെത്രാൻ ക്രിസ്തുദാസ് ജനിച്ചതിനാൽ ക്രിസ്തുദാസ് എന്ന പേര് മാതാപിതാക്കൾ നൽകി. 1998 നവംബർ 25-ാം തീയതി ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ സ്വന്തം ഇടവകയായ അടിമലത്തുറ ഫാത്തിമ മാതാ ദൈവാലയത്തിൽ വച്ച് അഭിവന്യ സൂസപ്പാക്യം പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. നീരോടി സെന്റ് നിക്കോളോസ് പള്ളിയിൽ വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം. 1999 മുതൽ 2001 വരെ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് പരുത്തിയൂർ ഇടവകയിൽ പൗരോഹിത്യധർമ്മം അനുഷ്ഠിക്കുകയും ഇടവകയുടെ ചിരകാല അഭിലാഷമായ ക്രൈസ്റ്റ് ദ കിങ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി. അതിനുശേഷം രൂപത യുവജന കമ്മീഷൻ KCYM ഡയറക്ടർ, ജൂബിലി മെമ്മോറിയൽ ആശുപത്രി ചാപ്ലിൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. റവറൻഡ് ക്രിസ്തുദാസ് 2004-ൽ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി. ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം റോമിലെ സ്കലബ്രിനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്റ്ററൽ തിയോളജിയിൽ ലൈസൻഷിയേറ്റ് ബിരുദവും ഉർബൻ സർവകലാശാലയിൽ നിന്ന് മിസിയോളജിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് 2010 മുതൽ 2012 വരെ ആലുവ കാർമൽഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിൽ അധ്യാപകനായും ആധ്യാത്മിക ഗുരുവായും സേവനമനുഷ്ഠിച്ചു. 2013 മുതൽ തിരുവനന്തപുരം സെന്റ് വിൻസെന്റ് മൈനർ സെമിനാരി റെക്ടറും
കൊച്ചുതുറ ഇടവക വികാരിയും വൈദിക സന്യസ്ത ബോർഡിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു വരികയായിരുന്നു. പരിശുദ്ധ പാപ്പയുടെ നിയമന ഉത്തരവ് തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത സൂസപ്പാക്യം പിതാവിൽ നിന്നും ശ്രവിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയമനം ഇപ്പോൾ ഇന്ത്യൻ സമയം 4:30 മണിയോടുകൂടി വത്തിക്കാൻ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഇന്ത്യയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധി അഭിവന്യ സൽവത്തോറെ പെനാക്കിയോ എനിക്ക് അയച്ച സന്ദേശം ഞാനിപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇവിടെ വായിക്കാം. Your Grace, I have the pleasure to inform you that the Holy Father has appointed Reverend Father Christudas Rajapan, Reverend Father Christudas Rajapan of the clergy of Trivandrum of Latins as Auxiliary Bishop of Trivandrum of Latins. ഈ നിയമന വാർത്ത 2016 ഫെബ്രുവരി മാസം 2-ാം തീയതി ഉച്ചയോടുകൂടി, അതായത് ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മണിയോടുകൂടി റോമിൽ പരസ്യപ്പെടുത്തുന്നതാണ്. അതുവരെ ഈ രഹസ്യം പൊന്തിഫിക്കൽ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സഹായ മെത്രാന് അവിറ്റ ബിബ എന്ന സ്ഥാനിക മെത്രാൻ്റെ പദവികയാണ് പരിശുദ്ധ പിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ദൈവരാജ്യത്തെ വിശുദ്ധിയിലേക്കും സ്നേഹ സുവിശേഷ സാക്ഷ്യത്തിലേക്കും നയിക്കുന്ന ദൗത്യത്തിൽ പുതിയ സഹായമെത്രാൻ അങ്ങേക്ക് വലിയൊരു സഹായവും സഹകാരിയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. ഞാൻ ഇന്ന് നിയുക്തനായിരിക്കുന്നത് ഒരു സഹായ മെത്രാനായിട്ടാണ്. ഈ അവസരത്തിൽ സ്നേഹ ബഹുമാനമുള്ള അഭിവന്യ സൂസപാക്യം പിതാവിന് ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഞാൻ നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹബഹുമാനമുള്ള മുൻസിഞ്ഞോർമാരുണ്ട്, നമ്മുടെ അച്ഛന്മാരുണ്ട്, സന്യസ്തർ ഉണ്ട്. ഇവിടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ വളർച്ചയിൽ സഹായിച്ചവരാണ് എല്ലാവരും തന്നെ. ഏറെ സ്നേഹത്തോടും വളരെ വാത്സല്യത്തോടുമാണ് എല്ലാ മുതിർന്ന അച്ഛന്മാരും മുൻസിഞ്ഞോർമാരും അതുപോലെ തന്നെ ഇളയ സഹോദരന്മാരുമൊക്കെ ഇടപെട്ടിട്ടുള്ളത്. ആ സ്നേഹം എന്നും നിലനിർത്തണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കേരള സഭയിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക സഭയ്ക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ആ തലസ്ഥാന നഗരത്തിൻ്റെ വികാരങ്ങളും പ്രാദേശിക സഭയുടെ പ്രതീക്ഷകളും ഭാരതസഭയുടെ സ്വപ്നങ്ങളും ഉയർത്തിക്കൊണ്ട് സഭാംഗങ്ങൾക്ക് ദിശാബോധം നൽകാൻ അഭിവന്യ ക്രിസ്തുദാസ് പിതാവിൽ സർവേശ്വരൻ സമൃദ്ധമായ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ചൊരിയട്ടെ. നിനക്ക് എൻ്റെ കൃപ മതി എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വചനത്തെ തൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം അതിരൂപത പുതിയ സഹായമെത്രാനായി മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് പിതാവിനെ പരിശുദ്ധ പാപ്പ നിയമിച്ചു. സമർപ്പിത വർഷത്തിൻ്റെ സമാപന ദിനവും അതിലുപരി കരുണയുടെ വർഷവും ആചരിക്കുന്ന ഈ അവസരത്തിൽ തിരുവനന്തപുരം രൂപതയ്ക്ക് ദൈവകാരുണ്യത്തിൻ്റെ സമ്മാനമാണ് അഭിവന്യ ക്രിസ്തുദാസ് പിതാവ്. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രദേ ദേവൂസ് ദേവാലയം ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു.
വാഴേ സ്പന്ദനം 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 തിരുസഭയ്ക്കാഘോഷമീദിനം ചൈതന്യമേകുന്ന സംഗമം തിരുസഭയ്ക്കാഘോഷമീദിനം ചൈതന്യമേകുന്ന സംഗമം വന്ദനം 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 നീ വന്നാൽ വാഴേ സ്പന്ദനം 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 തിരുസഭയ്ക്കാഘോഷമീദിനം ചൈതന്യമേകുന്ന സംഗമം തിരുസഭയ്ക്കാഘോഷമീദിനം ചൈതന്യമേകുന്ന സംഗമം അത്രമാത്രം സ്നേഹിച്ചു ദൈവം ഇടയനാകൻ വരമരുളി ദൈവം അത്രമാത്രം സ്നേഹിച്ചു ദൈവം ഇടയനാകൻ വരമരുളി ദൈവം എളിമയുള്ള ഭക്തനെ ക്രിസ്തുദാസനെ സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇടയാ സ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി കാൽവരി സ്നേഹത്തിൻ സ്ഥാനമേൽക്കാൻ വരുന്നു താതാ നിന്റെ മക്കൾ ഞങ്ങൾ ഇടറും മാനസതൻ സ്നേഹസാഗരം നീ നഷ്ടമായൊരിഷ്ടം കൂടും കാതരം നീ നിന്റെ കാരുണ്യമാ യേശുവിൻ ബലിയേയാ അവികല മാനസം ആമോദമോടെ അണയുന്നു നിന്റെ കാരുണ്യമാ യേശുവിൻ ബലിയേയാ അവികല മാനസം ആമോദമോടെ അണയുന്നു ആത്മസ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി കാൽവരി സ്നേഹത്തിൻ സ്ഥാനമേൽക്കാൻ വരുന്നു താതാ നിന്റെ മക്കൾ ഞങ്ങൾ
അണയുക നാം ആഹ്ലാദമോടെ അണിചേരുക നാം. വിശുദ്ധിയിൽ മാതൃകയാകാൻ വിശ്വാസവചന പ്രഘോഷകരാകാൻ കളങ്കമേൽക്കാതെ നിന്മാനസരാകാൻ നിറഞ്ഞവനെ നിറയ്ക്കൂ കാരുണ്യബലിക്കാൽ സ്വീകരിക്കൂ. നിറഞ്ഞവനെ നിറയ്ക്കൂ കാരുണ്യബലിക്കാൽ സ്വീകരിക്കൂ. പാവനാത്മസ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി കാൽവരി സ്നേഹത്തിൽ സ്നാനമേൽക്കാൻ വരുന്നു താനാ നിന്റെ മക്കൾ ഞങ്ങൾ. അണയുക നാം ആഹ്ലാദമോടെ അണിചേരുക നാം. അണയുക നാം ആഹ്ലാദമോടെ അണിചേരുക നാം. ഇടറും മാനസതൻ സ്നേഹസാഗരം നീ നഷ്ടമായൊരിഷ്ടം കൂടും താരം നീ. നിന്റെ കാരുണ്യമാ യേശുവിൻ ബലിയേകാൻ അവികല മാനസ ഞങ്ങൾ ആമോദമോടെ അണയുന്നു. അവികല മാനസ ഞങ്ങൾ ആമോദമോടെ അണയുന്നു. പാവനാത്മസ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി കാൽവരി സ്നേഹത്തിൻ സ്നാനമേൽക്കാൻ വരുന്നു താനാ നിന്റെ മക്കൾ ഞങ്ങൾ. അണയുക നാം ആഹ്ലാദമോടെ അണിചേരുക നാം. അണയുക നാം ആഹ്ലാദമോടെ അണിചേരുക നാം. വിശുദ്ധിയിൽ മാതൃകയാകാൻ വിശ്വാസവചന പ്രഘോഷകരാകാൻ കളങ്കമേൽക്കാതെ നിന്മാനസരാകാൻ നിറഞ്ഞവനെ നിറയ്ക്കൂ കാരുണ്യബലിക്കാൽ സ്വീകരിക്കൂ. നിറഞ്ഞവനെ നിറയ്ക്കൂ കാരുണ്യബലിക്കാൽ സ്വീകരിക്കൂ. പാവനാത്മസ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി
അണിചേരുക നാം. അണയുക നാം, അണയുക നാം, ആഹ്ലാദമോടെ അണിചേരുക നാം. ഇടറും മാനസതൻ സ്നേഹസാഗരം നീ, നഷ്ടമായൊരിഷ്ടം കൂടും താതനും നീ. നിന്റെ കാരുണ്യമാ യേശുവിൻ ബലിയേകാൻ അവികലമാനസം ഞങ്ങൾ ആമോദമോടെ അണയുന്നു. അവികലമാനസം ഞങ്ങൾ ആമോദമോടെ അണയുന്നു. പാവനാത്മസ്നേഹതീരത്തിൽ ക്രിസ്തു സ്നേഹയാഗവേദിയൊരുങ്ങി, കാൽവരി സ്നേഹത്തിൻ സ്നാനമേൽക്കാൻ വരുന്നു താത നിന്റെ മക്കൾ ഞങ്ങൾ. അണയുക നാം, അണയുക നാം, ആഹ്ലാദമോടെ അണിചേരുക നാം. അണയുക നാം, അണയുക നാം, ആഹ്ലാദമോടെ അണിചേരുക നാം. സർവസംപൂജ്യൻ പിതാവിൻ്റെയും സുനുവാം ശ്രീയേശുനാഥൻ്റെയും ദിവ്യാത്മാവിൻ്റെയും നാമത്തിൽ നിത്യപിതാവായ ദൈവത്തിൻ സ്നേഹവും ക്രിസ്തുനാഥൻ്റെ കൃപാവരവും ജീവപ്രദായകൻ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ സ്നേഹമുള്ളവരെ, രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടും പൂർവികരെ നമസ്കരിച്ചുകൊണ്ടുമാണ് പല സഭകളും ഇതുപോലുള്ള അഭിഷേക കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. തിരുവനന്തപുരം അതിരൂപതയെ പടുത്തുയർത്താൻ കാലാകാലങ്ങളിലായി തങ്ങളെ തന്നെ സമർപ്പിച്ച എല്ലാവരെയും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ യാചിക്കുവാനുള്ള മുഹൂർത്തമാണിത്. ഇന്ന് തിരുവനന്തപുരം അതിരൂപതയ്ക്കായി ഒരു സഹായമെത്രാൻ അഭിഷിക്തനാവുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ കൽപ്പനയിൽ പറയുന്നത് പോലെ ഒരു പുതിയ മെത്രാൻ്റെ പ്രധാന ദൗത്യം പുതുചൈതന്യം കൊണ്ട് അതിരൂപത സംവിധാനങ്ങളെയെല്ലാം സജീവമാക്കുക തന്നെയാണ്. അതിരൂപതയുടെ വിശുദ്ധീകരണത്തിനായി നല്ല ഇടയനായ യേശുവിനോടൊപ്പം അജഗണം മുഴുവനും തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു പുണ്യ മുഹൂർത്തമായിട്ടാണ് ഞാൻ ഈ മെത്രാഭിഷേകത്തെയും ആഘോഷ പരിപാടികളെയും കാണുന്നത്. ബാല്യം മുതലേ ഞാൻ അറിയുന്ന ക്രിസ്തുദാസനെ സുവിശേഷത്തിൽ കാണുന്ന നഥനയേലിനെ കുറിച്ചുള്ള വാക്കുകൾ കടമെടുത്ത് ഒറ്റ വാക്യത്തിൽ ഇപ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു: ഇതാ ഒരു യഥാർത്ഥ ക്രിസ്തുദാസൻ, ഇദ്ദേഹത്തിൽ ഒരു കളങ്കവുമില്ല. ഈ നിഷ്കളങ്കത എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ. ഇതാണ് ക്രിസ്തുദാസ് പിതാവിന് വേണ്ടിയുള്ള എൻ്റെ ആശംസയും പ്രാർത്ഥനയും. സ്വർഗപിതാവിൻ്റെ വത്സല മക്കളെ, ഈ ബലിഭക്തിയോടർപ്പിക്കുക. പാപങ്ങളോർത്ത് മനസ്തപിച്ചിടുവിൻ.
കർത്താവിൻ കാരുണ്യം യാചിക്കുവിൻ. സർവേകശക്തനാം ദൈവമേ, വത്സലരാം പ്രിയ സോദരരേ, സർവൈകശക്തനാം ദൈവമേ, വത്സലരാം പ്രിയ സോദരരേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശ്വാസിയുടെ രക്ഷിതാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളുടെ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി അങ്ങ് നിയമിക്കുവാൻ തിരുവുള്ളമായ ക്രിസ്തുദാസ് മെത്രാനെ കനിവോടെ തൃക്കൺ പാർക്കണമേ. ഇദ്ദേഹം തൻ്റെ പ്രബോധനത്താലും മാതൃകയാലും അതിരൂപതയെ നയിക്കുവാനും തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തോടൊത്ത് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും അനുഗ്രഹമരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. കർത്താവിനെന്നും കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിന്നിടും. കർത്താവിനെന്നും കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിന്നിടും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാറ്റ്മോസ് എന്ന ദ്വീപിലായിരുന്നു. 8 ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മെത്രാഭിഷേകത്തിനുള്ള അഭ്യർത്ഥനയാണ്.
അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര, പ്രധാന പട്ടാഭിഷേക കർമ്മിയായ അഭിവന്ദ്യ സൂസഭാഗ്യം മെത്രാപ്പൊലിത്തയോട് മോൺസിഞ്ഞോർ ക്രിസ്തുദാസിനെ സഹായ മെത്രാനായി അഭിഷേകം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവന്യ പിതാവേയും ബഹുമാനപ്പെട്ട ക്രിസ്തുദാസ് അച്ഛന് സഹായമെത്രാനായി അഭിഷേകം ചെയ്യണമെന്ന് തിരുവനന്തപുരം അതിരൂപതയിലെ ദൈവജനം അങ്ങയോട് അപേക്ഷിക്കുന്നു. അതിനുള്ള അപ്പസ്തോലിക തീട്ടൂരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിപ്പോൾ വായിക്കട്ടെ. മോൺസിഞ്ഞോർ ക്രിസ്തുദാസിനെ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാനായി ഉയർത്തിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ ലത്തീൻ ഭാഷയിലുള്ള അപ്പോസ്തോലിക തീട്ടൂരം അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട രാജശേഖരൻ അച്ഛൻ ഇപ്പോൾ വായിക്കുന്നു. തുടർന്ന് അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് നെറ്റോ വായിക്കുന്നു. വായനകൾക്ക് ശേഷം ദൈവജനം മറുപടിയായി ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം പ്രകടിപ്പിക്കുന്നു. തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാനായി ഉയർത്തിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ ലത്തീൻ ഭാഷയിലുള്ള അപ്പോസ്തോലിക തീട്ടൂരം അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട രാജശേഖരൻ അച്ഛൻ ഇപ്പോൾ വായിക്കുന്നു. തുടർന്ന് അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് നെറ്റോ വായിക്കുന്നു. ഫ്രാൻസിസ്കുസ് എപ്പിസ്കോപ്പുസ് സെർവുസ് സെർവോറും ദേയി ദിലെക്തോ ഫിലിയോ ക്രിസ്ദാസ് റായപ്പൻ എക്ലേറോ മെത്രോപൊളിത്താനെ സേദിസ് ത്രിവാൻഡ്രൻസിസ് ലാത്തിനോറും കോൺസ്റ്റിറ്റ്യൂട്ടോ ഔക്സിലിയാരി ഇപ്സിയൂസ് എക്ലേസിയെ സിമുൽക്കുവെ എലക്തോ എപ്പിസ്കോപ്പോ തീത്തുലോ അബിറ്റൻസി സലൂത്തം ed apostolicam benedictionem nuper venerabilis frate Marius Callistus Paciem presul archidiocesis Trivandrensis Latinorum ad apsius providentum pastorali cure suborum fidelium episcopum auxiliarum petibit. നാം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം നൽകുന്ന അധികാരത്തോടും കർത്താവിൻ്റെ മുഴുവൻ അജഗണത്തിൻ്റെ മേലുമുള്ള കരുതലോടും താൽപ്പര്യത്തോടും കൂടെ ജനതകൾക്ക് വേണ്ടിയുള്ള സുവിശേഷ പ്രഘോഷണ തിരുസംഘത്തിൻ്റെ ഉപദേശം ആരാഞ്ഞ ശേഷം, പ്രിയ മകനെ, മെത്രാൻ പദവിയുടെ കടമകൾ നിർവഹിക്കുവാൻ വേണ്ട ഗുണങ്ങൾ താങ്കൾക്ക് ഉള്ളതിനാലും സഭാ പ്രേക്ഷിത വിജ്ഞാനീയത്തിലും ഇതര ദൈവവിജ്ഞാനീയ വിഷയങ്ങളിലുമുള്ള താങ്കളുടെ പ്രാഗൽഭ്യം പരിഗണിച്ചും കാനോൻ നിയമസംഹിത അനുശാസിക്കുന്ന മെത്രാൻ്റെ മഹനീയതയ്ക്കും പദവിക്കും ചേർന്ന എല്ലാ അവകാശങ്ങളോടും കടമകളോടും കൂടി താങ്കളെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായ മെത്രാനും അബിറ്റ ബീബ സ്ഥാനിക മെത്രാനുമായി നാം നിയമിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, എനിക്കൊരു കാസ കുടിക്കാനുണ്ട്, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്. തൻ്റെ ദൗത്യത്തിൻ്റെ അതിക്തമായ സ്വഭാവം അവിടുന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാസ അവിടുന്ന് കുടിച്ചു, ഈ മാമോദീസ അവിടുന്ന് മുങ്ങി, അതുകൊണ്ട് അവിടുന്ന് നമുക്ക് ഒരു മാമോദീസ മുങ്ങാൻ തന്നിട്ടുണ്ട്, നമുക്ക് ഒരു കാസ കുടിക്കാൻ തന്നിട്ടുണ്ട്. ഓരോ ക്രൈസ്തവൻ്റെയും ഓരോ തിരഞ്ഞെടുക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെയും ജീവിതം, പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം ഈ കാസ കുടിക്കുക, ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ ദാസൻ തൻ്റെ ശുശ്രൂഷയിലൂടെ ആ ദാസനെടുത്ത സ്വഭാവം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ ഈ ദാസൻ ഈ ജനങ്ങളോടൊപ്പമാണ്. ഇത് ജനങ്ങളോടൊപ്പമുള്ള നിയോഗമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗമാണ്, ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു നിയോഗമാണ്. നിങ്ങളിവിടെ
അതിമനോഹരമായ ഒരു ദേവാലയം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഈ ദേവാലയം പണിയുന്നതിന് മാത്രമല്ല, പിന്നെയോ നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവാലയം പണിയുന്നതിന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവാലയം പണിയുന്നതിന്, നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങളുടെ ക്രൈസ്തവ കൂട്ടായ്മയുടെ ദേവാലയങ്ങൾ പണിയുന്നതിന്, ഈ അതിരൂപതയിൽ ദൈവാലയം പണിയുന്നതിന് അഭിമന്യ സൂസാഭാഗ്യത്തിനോടൊപ്പം നിന്ന് ശുശ്രൂഷ ചെയ്യുവാനിതാ പുതിയൊരു മെത്രാനെ കർത്താവ് നൽകിയിരിക്കുന്നു. മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടേണ്ടയാൾ സത്യവിശ്വാസം അഭംഗുരം കാത്തു സൂക്ഷിക്കുകയും കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയം ബഹുജനസമക്ഷം പ്രഖ്യാപിക്കണമെന്ന് സഭാപിതാക്കന്മാരുടെ പരമ്പരാഗതമായ പതിവ് അനുശാസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദര, അപ്പോസ്തലന്മാർ നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നതും ഞങ്ങളുടെ കൈവയ്പ് കർമ്മം മൂലം അങ്ങേക്ക് നൽകുവാൻ പോകുന്നതുമായ മെത്രാനെടുത്ത കടമകൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ജീവിതാന്ത്യം വരെ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസ്തയോടും നിരന്തരമായും പ്രഘോഷണം ചെയ്യുവാൻ അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. അപ്പോസ്തലന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതും തിരുസഭ എന്നും എവിടെയും അമൂല്യമായി കാത്തു സൂക്ഷിച്ചിരുന്നതും അനുവർത്തിച്ചിരുന്നതുമായ വിശ്വാസ സമ്പത്ത് സമ്പൂർണമായും അഭംഗുരമായും കാത്തു സൂക്ഷിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാകുന്ന തിരുസഭയെ പരിപോഷിപ്പിക്കുവാനും മെത്രാന്മാരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ പാപ്പ തിരുമനസ്സിലെ പരമാധികാരത്തിന് വിധേയമായി തിരുസഭയുമായി ഐക്യം പുലർത്തുവാനും അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ പിൻഗാമിയെ വിശ്വസ്തയോടെ അനുസരിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. അങ്ങയുടെ സഹപ്രവർത്തകരായ വൈദികരോടും പരിചരന്മാരോടും ഒന്നു ചേർന്ന് ഒരു വത്സല പിതാവായി ദൈവജനത്തെ പരിപാലിക്കുവാനും രക്ഷയുടെ മാർഗത്തിൽ നയിക്കുവാനും അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ദരിദ്രരോടും പരിജനങ്ങളോടും ആലംബഹീനരോടും സഹായം അർഹിക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ കരുണയും സഹാനുഭൂതിയും പ്രദർശിപ്പിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ അങ്ങ് ഒരു നല്ല ഇടയനെ പോലെ വഴിതെറ്റിപ്പോയ ആടുകളെ തേടി പിടിച്ച് ദിവ്യനാഥൻ്റെ സങ്കേതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ജനങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തോട് അവിരാമം പ്രാർത്ഥിക്കുവാനും മഹാപുരോഹിതൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും അങ്ങ് സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. അങ്ങനെ ദൈവം സമാരംഭിച്ച ഈ സൽകൃത്യം ദൈവം തന്നെ പൂർത്തിയാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മേൽ സർവശക്തനും കാരുണ്യവനുമായ ദൈവം തൻ്റെ അനുഗ്രഹ സമൃദ്ധി ചൊരിയുവാൻ സകല വിശുദ്ധരോടുമൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ദൈവജനനി മാമരിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനാം മീകായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധ വാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധ
സ്നാപകയോഹന്നാനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും യൗസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ പത്രോസ് പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കരുണാനിധിയാം കർത്താവേ നാദാമോചനമേകണമേ. എല്ലാ തിന്മകളിൽ നിന്നും നാദാമോചനമേകണമേ. പാപങ്ങൾ സകലത്തിനും നാദാമോചനമേകണമേ. നിത്യമതാമൃതിയിൽ നിന്നും നാദാമോചനമേകണമേ. നിന്നവതാരം വഴിയായി നാദാമോചനമേകണമേ. മൃതിയുമുയർപ്പും വഴിയായി നാദാമോചനമേകണമേ. ദിവ്യാത്മാവിന്നാഗമനത്താൽ നാദാമോചനമേകണമേ. പാപികൾ ഞങ്ങൾ പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. നിൻ തിരുസഭയെ പരിരക്ഷിക്കാൻ കനിയണമെന്നായി പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. വത്സലനാം പരിശുദ്ധ പിതാവും വൈദിക ഗണവും വിശ്വാസത്തിൽ നിന്നുടെ കൃപയാൽ നിലനിന്നിടാൻ കനിയണമെന്നിവ പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. അഖില ജനത്തിനും ഐക്യവും ശാന്തിയും അരുളാൻ ഞങ്ങൾ പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. നിൻ ശുശ്രൂഷയിലിവനെ സുദൃഢം പരിപാലിക്കാൻ പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടോരിവനെ അനുഗ്രഹിപ്പാറാകണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടോരിവനിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അനുഗ്രഹങ്ങൾ വർഷിച്ചെന്നും പരിപാവനനായി തീർക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടോരിയാളെ അനുഗ്രഹിച്ചതി പാവനനാക്കി പ്രേഷിതനായ അഭിഷേകം ചെയ്യാൻ വിനയസമേതം പ്രാർത്ഥിപ്പൂ ഞങ്ങളുടെ യാചന കേൾക്കണമേ. സജീവനാകും ദൈവത്തിൽ സുതനാമീശോ മിശിഹായേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങു കേൾക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ കനിവാർന്നിവരെ കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ കനിവാർന്നിവരെ കേൾക്കണമേ. സർവശക്തനായ കർത്താവേ കനിവാർന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ
അങ്ങയുടെ ദാസന പൗരോഹിത്യ കൃപാപരത്തിൻ്റെ പൂർണ്ണതയരുളുകയും അങ്ങയുടെ സുശക്തമായ അനുഗ്രഹം ഇദ്ദേഹത്തിൽ ചൊരിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പൂരിത പവിത്രാത്മാവേ പരിശുദ്ധനായ പരമ്പൊരുളേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവേ, ദയാവാരിധിയായ ഞങ്ങളുടെ വത്സലതാത, സകലർക്കും ആശ്വാസമരുളുന്ന സർവേശ്വര, സ്വർഗീയ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ ഏറ്റവും നിസ്സാര സൃഷ്ടികളെപ്പോലും കരുണയോടെ കടാക്ഷിക്കുകയും സകലർക്കും ആശ്വാസമരുളുകയും ചെയ്യുന്നുവല്ലോ. സകല പ്രപഞ്ച വസ്തുക്കളെയും അവയുടെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ അങ്ങ് അറിയുന്നു. അങ്ങയുടെ ജീവദായകമായ വചനം വഴി അങ്ങ് തിരുസഭയ്ക്ക് രൂപവും ഭാവവും നൽകി. ആദ്യം മുതൽക്കേ അബ്രഹാമിൻ്റെ സന്തതികളെ ഒരു വിശുദ്ധ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങയുടെ വിശുദ്ധാലയത്തിൽ അഭംഗരം ആരാധന ശുശ്രൂഷകൾ നടത്തത്തക്ക വിധം അങ്ങ് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും കൽപ്പിച്ചു നൽകി. തിരഞ്ഞെടുത്തവരിലൂടെ അങ്ങ് മഹത്വപ്പെടണമെന്ന ലോകാരംഭം മുതൽക്കേ അങ്ങ് തിരുവുള്ളമാവുകയും ചെയ്തു. എല്ലാ മെത്രാന്മാരും ഏറ്റുചൊല്ലുന്നു. പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന് ആദിയിൽ അങ്ങ് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യശക്തി ആ പ്രിയസുതൻ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് അരുളുകയും അവർ അങ്ങയുടെ തിരുനാമത്തിന് അന്യൂനമായ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ അങ്ങയുടെ വിശുദ്ധാലയമായി സഭ സ്ഥാപിക്കുകയും ചെയ്തുവല്ലോ. പിതാവേ, അങ്ങിൽ നിന്ന് നിർഗളിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതേ ദിവ്യശക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ്റെ മേൽ ഇപ്പോൾ ചൊരിയുമാറാകണമേ. പിതാവേ, അങ്ങെല്ലാ ഹൃദയാന്തർഗതങ്ങളും അറിയുന്നുവല്ലോ. മെത്രാൻ പദവിയിലേക്ക് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസൻ രാവും പകലും അങ്ങേക്ക് സേവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ വിശുദ്ധ ജനത്തെ പരിപാലിക്കുവാനും മഹാപൗരോഹിത്യത്തിൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും അങ്ങനെ ഞങ്ങളെ അങ്ങുമായി രഞ്ജിപ്പിക്കുവാനും അങ്ങേ വിശുദ്ധ സഭയുടെ തിരുമുൾക്കാഴ്ചകൾ സമർപ്പിക്കുവാനും വേണ്ട അനുഗ്രഹം അരുളേണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി ലഭ്യമാകുന്ന മഹാപൗരോഹിത്യത്തിൻ്റെ ചൈതന്യ ശക്തിയാൽ അങ്ങ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ പാപങ്ങൾ പൊറുക്കുവാനുള്ള അധികാരം ഈ ദാസന് നൽകണമേ. അങ്ങയുടെ അഭീഷ്ടമനുസരണം വിവിധ ശുശ്രൂഷകൾ ഫലമേൽപ്പിക്കുവാനും അപ്പോസ്തലന്മാർക്ക് അങ്ങ് നൽകിയ അധികാരത്താൽ എല്ലാ ബന്ധനങ്ങൾ അഴിക്കുവാനും ഈ ദാസനെ ശക്തിപ്പെടുത്തണമേ. ഇദ്ദേഹത്തിൻ്റെ സൗമ്യതയും ഹൃദയശുദ്ധിയും അങ്ങയുടെ തിരുമുമ്പിൽ പ്രസാദകരമായ തിരുമുൾക്കാഴ്ചയായി ഉയരുമാറാകട്ടെ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങേക്ക് സ്തുതിയും പ്രതാപവും മഹത്വവും തിരുസഭയിൽ എന്നും എന്നേക്കും. ക്രിസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിൽ അങ്ങയെ പങ്കാളിയാക്കിയ സർവേശ്വരൻ ഈ മൗതിക അഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാകട്ടെ. അതുവഴി ആധ്യാത്മിക അനുഗ്രഹം
സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാകട്ടെ. സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ചാലും തികഞ്ഞ ക്ഷമയോടും തത്വദീക്ഷയോടും കൂടെ അങ്ങ് ദൈവവചനം പ്രഘോഷിക്കുക. അധികാര ചിഹ്നങ്ങൾ അണിയിക്കൽ. ഒരു മെത്രാന്റെ അധികാര ചിഹ്നങ്ങളായ മോതിരം, അംശമുടി, അധികാരവടി എന്നിവ പ്രധാന പട്ടാഭിഷേക കർമ്മി അഭിഷിക്ത മെത്രാന് നൽകുന്നു. വിശ്വാസത്തിൻ്റെ മുദ്രയായി ഈ മോതിരം അങ്ങ് സ്വീകരിച്ചാലും ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്തയോടെ അതിനിർമ്മലയായി കാത്തു സൂക്ഷിക്കുക. ജനപാലന അധികാരത്തിൻ്റെ ചിഹ്നമായ ഈ ദണ്ഡ് സ്വീകരിച്ചാലും മെത്രാൻ എന്ന നിലയിൽ ഭരിക്കുവാനായി പരിശുദ്ധാത്മാവ് അങ്ങേ ഏൽപ്പിച്ചിട്ടുള്ള തിരുസഭയിലെ ജനസമൂഹത്തെ അങ്ങ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. സമാധാന ചുംബനം. അഭിനവ സഹായ മെത്രാൻ ക്രീസുദാസ് പിതാവ് പ്രധാന പരികർമ്മി സുസഭാഗ്യം മെത്രാപ്പോലിത്തിൽ നിന്നും മറ്റെല്ലാ മെത്രാന്മാരിൽ നിന്നും സമാധാന ചുംബനം സ്വീകരിക്കുന്നു. സഭയിലെ മെത്രാൻ സംഘത്തിന്റെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതിന്റെ സന്തോഷത്തിന്റെ പ്രകടമായ ഭാവമാണ് ഈ സമാധാന ചുംബനം. പോകുവിൻ 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 സുവിശേഷ പ്രഘോഷകരായി പോകുവിൻ. രക്ഷകൻ സുവിശേഷം മർത്യർക്കു പകരുവാൻ ഭൂമി തൻ അതിർത്തിയോളം പോകുവിൻ. പോകുവിൻ 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 സുവിശേഷ പ്രഘോഷകരായി പോകുവിൻ. രക്ഷകൻ സുവിശേഷം മർത്യർക്കു പകരുവാൻ ഭൂമി തൻ അതിർത്തിയോളം പോകുവിൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയം കർത്താവിങ്കലേക്കുയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര നിത്യനായുള്ള ദൈവമേ, സർവശക്ത പരിശുദ്ധതാദാ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്ക്, രക്ഷാകരവും ജഗൽപിതാവേ. നിത്യപുരോഹിതൻ ക്രിസ്തുനാഥൻ സ്വയം
മർത്യരക്ഷയ്ക്കായി ബലിയണച്ചു. സത്യസനാതനമായാകം ഞങ്ങളും നിത്യമർപ്പിക്കുവാൻ കൽപ്പനയായി അർപ്പിതമാമാത്തിരുമൈ ഭുജിച്ചല്ലോ ശക്തരായിത്തീരുന്നു ഞങ്ങളെന്നും. ഞങ്ങൾക്കായി ചിന്തിയ രക്തമുൾക്കൊണ്ടിതാ ഞങ്ങളാർജിക്കുന്നു വീര്യമെന്നും. ആകയാൽ ആമോദവായ്പോടെ നിത്യവും നാഗദൂതന്മാരാം ഗായകന്മാർ ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ ദിവ്യമാം രഹസ്യം സാമോദം നാം ഒന്നായി പ്രഖ്യാപിക്കാം. മരണം ഭരിച്ചു നീ, മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ, ഞങ്ങൾക്കു ജീവനേകി. വരണേ വിഭോക്താവാ, മഹിമ പ്രതാപനോടെ. സർവേശ്വരാ ദൈവപിതാവാകുമങ്ങേക്ക് സൂനുവാം ക്രിസ്തുവിലൂടെ സദാ ക്രിസ്തുവിനോടേശു ക്രിസ്തുവിൽ സന്തതം പരിശുദ്ധാത്മാവുമായി സംസർഗത്തിൽ കീർത്തിയും സർവമഹത്വപ്രതാപവും നിത്യസ്തുതിയും ആരാധനയും
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖമേടുവാൻ. ആത്മാവ് സുഖമേടുവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ദിവ്യരഹസ്യങ്ങളുടെ ശക്തിയാൽ അങ്ങയുടെ ഈ ദാസനെ സ്വർഗീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ആത്മീയ പാലനധർമ്മം യഥായോഗ്യം നിർവഹിച്ച് വിശ്വസ്ത സേവനത്തിനുള്ള നിത്യസമ്മാനം നേടുവാൻ കൃപയുള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. നാഥനാമങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാധി. ആരാധിക്കുന്നു പാരാധി. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനാപൂർവം അഭിവന്യ സൂസപാക്യ മെത്രാപ്പൊലിത്തയ്ക്കും നവാഭിഷിക്തനായ അഭിവന്യ ക്രിസ്തുദാസ് പിതാവിനും തിരുവനന്തപുരം അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ആത്മായ വിശ്വാസികൾക്കും ആത്മാർത്ഥമായി നേരുകയാണ്. അഭിമന്യ ക്രിസ്തുദാസ് പിതാവിനെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാനായി വാഴിച്ചു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും മുഖ്യ പട്ടാഭിഷേക കർമ്മിയും സഹപട്ടാഭിഷേകാർമ്മികളായ 2 മെത്രാന്മാരും ഒപ്പുവെച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ നാടിൻ്റെ ഒരു പൊതുസങ്കേതമായ വെട്ടുകാട് ക്രിസ്തുരാജൻ്റെ സന്നദ്ധിയിലാണ് നാം എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ക്രിസ്തുദാസ് അച്ഛൻ ക്രിസ്തുദാസ് പിതാവായി ക്രിസ്തുരാജൻ്റെ സന്നദ്ധിയിൽ വെച്ച് അഭിഷിക്തനായിരിക്കുന്നു. തിരുവനന്തപുരം അതിരൂപതയ്ക്ക് വിശിഷ്ടമായ ദാനമായിട്ടാണ് കൊച്ചുപിതാവിന് നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം
തിരുവനന്തപുരം നഗരത്തിന് കിട്ടിയ ഒരു പിതാവ്. രക്തം വിയർക്കാനും മുറിവുകൾ പേറാനും സമ്പൂർണ്ണമായി ശൂന്യവൽക്കരിക്കുവാനുമുള്ള വിളിയാണ്. യേശുവിൻ്റെ തിരുമുറിവുകളോട് സ്വന്തം മുറിവുകളെ ചേർത്ത് വയ്ക്കാനും സുഖപ്പെടുത്തി മഹത്വീകരിക്കാനും അങ്ങേക്ക് സാധിക്കട്ടെ. അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ലളിതമായി എളുപ്പത്തിൽ എൻ്റെ ഈ കൃതജ്ഞത അവസാനിപ്പിക്കുകയാണ്. അതെ, കരുണയുടെ അസാധാരണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ, ദൈവ കരുണയുടെ ഞായർ ദിനത്തിൽ, ക്രിസ്തുരാജൻ്റെ തിരുസന്നിധിയിൽ ഈ സഭാസമൂഹത്തെ സാക്ഷിയാക്കി ദൈവം എളിയവനും ബലഹീനനുമായ എന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്തതിൽ ഏറെ സന്തോഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാനും ആവർത്തിക്കുന്നു. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പരിശുദ്ധ പിതാവ് എന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന വാർത്ത മാർപ്പാപ്പയുടെ ഇന്ത്യൻ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സാൽവത്തോറെ പെനാക്യോ ദൈവഹിതമായി കണ്ട്, മാനുഷികമായല്ല ദൈവിക തീരുമാനമായി കണ്ട് അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സമ്മിശ്ര വികാരങ്ങളിലൂടെ ഞാൻ കടന്നുപോയതോർക്കുന്നു. വളരെയേറെ ആശങ്കകളും ഭയപ്പാടും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുമാണ് എന്നെ വിഴുങ്ങിയത്. എൻ്റെ അയോഗ്യതകളും ബലഹീനതകളും കുറവുകളുമൊക്കെയാണ് എന്നെ വലയം ചെയ്തത്. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാതെ മറുതലിച്ചു നിൽക്കുവാനും എനിക്ക് ഭയമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ അതിശക്തമായ, എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ ബലഹീനതകളിൽ കരുത്തേകുന്ന ദൈവവചനം ഒന്നുകൂടി ആഴമായി എൻ്റെ മനസ്സിൽ തിരമാല പോലെ ഇരച്ച് കയറിയത്. നേരത്തെ സൂചിപ്പിച്ച എൻ്റെ കുറവുകളുടെ കണക്ക് പുസ്തകം തുറന്ന് പരിതപിച്ചിരിക്കുമ്പോൾ അവിടുന്ന് എന്നോട് ശക്തമായി മന്ത്രിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വചനം നൽകുന്ന പ്രതീക്ഷ എന്നെ സാന്ത്വനപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് എൻ്റെ കൃപ മതി എന്നത് എൻ്റെ ആപ്തവാക്യമായി ഞാൻ സ്വീകരിച്ചത്. പരിപൂർണമായും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് ദൈവം ഫലമേൽപ്പിച്ച ഈ ദൗത്യം ഞാൻ എളിമയോടെ സ്വീകരിക്കുന്നത്. ക്രിസ്തുദാസ് പിതാവ് ഈ അൽത്താരയിലിരുന്ന് നമ്മളെയൊക്കെ നോക്കി സങ്കീർത്തകനോട് ചേർന്ന് പാടുന്നുണ്ടാകും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഈ മനോഹരമായ സുദിനത്തിൽ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം അഭിഷിക്തനായ അഭിവന്യ ക്രിസ്തുദാസ് പിതാവിന് നമ്മുടെ അതിരൂപതയുടെ നാമത്തിൽ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാ വിശ്വാസി സമൂഹത്തിൻ്റെയും നാമത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നന്മകളും ആദ്യമേ നേരുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ക്രിസ്തുരാജൻ്റെ പാദത്തിങ്കൽ വെച്ച് നടത്തുവാൻ നല്ല മനസ്സ് കാണിച്ച അഭിവന്യ ക്രിസ്തുദാസ് പിതാവിനും അഭിവന്യ സൂസഭാക്യ മെത്രാപ്പോലിത്തയ്ക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ എല്ലാ അംഗങ്ങൾക്കും വെട്ടുകാട് ഇടവകയുടെ ഏറ്റവും ഹൃദ്യമായ നന്ദി വിനയത്തോടെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതെല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കുവാൻ രൂപതയുടെയും വികാരിയുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാം കൃത്യമായും ഭംഗിയായും നിർവഹിക്കുവാൻ കൗൺസിലിനെ
നയിച്ച ബഹുമാനപ്പെട്ട കൗൺസിൽ വൈസ് പ്രസിഡന്റ് വെട്ടുകാട് സോളമനും കൗൺസിലിലെ എല്ലാ അംഗങ്ങൾക്കും ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ തീർത്ഥാടകർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. ഉത്ഥാനത്താലേവം വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും സൗഭാഗ്യങ്ങൾ മണ്ണിൽ വർഷിച്ചൊരു സർവേഷൻ നിങ്ങളിൽ ഉന്നതാനന്ദം നിറച്ചിടട്ടെ. കർത്താവാമേശുവിൻ രക്ഷണശക്തിയ നിത്യസ്വാതന്ത്ര്യം വരിച്ച നിങ്ങൾ തൻ്റെ കാരുണ്യത്താൽ ശാശ്വത സൗഭാഗ്യം സ്വന്തമാക്കിയിടുമാറായിടട്ടെ. വിശ്വാസം ജ്ഞാനസ്നാനാദിയാൽ കർത്താവിൻ ഉത്ഥാന സൗഭാഗ്യം നേടിയോരാ നിങ്ങൾ ഈ ലോകത്തിൽ സത്കർമ്മം പാലിച്ച് സ്വർഗത്തിലേശുവോടൊപ്പമെത്തി നിത്യമാമാനന്ദമാസ്വദിച്ചിടുവാൻ അർഹരായി തീരട്ടെ തൻ കൃപയാ. താതനും പുത്രനും പാവനാത്മാവുമാ നിത്യകാരുണ്യവാൻ സർവശക്തൻ തൻ ദിവ്യാനുഗ്രഹം നിങ്ങളിൽ എന്നും നിലനിൽക്കുമാറായിടട്ടെ. ദിവ്യപൂജ സമാപിച്ച് നിങ്ങൾ സമാധാനത്തിൽ പോകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജനമേ, ദൈവജനമേ, ഒരുമയോടെ സ്തുതിച്ചിടാം. നമുക്കായി നല്ലൊരിടയൻ അഭിഷിക്തനായതു ദൈവഹിതം. വിശുദ്ധ ജനമേ, ദൈവജനമേ, സ്തുതിച്ചിടാം. നമുക്കായി നല്ലൊരിടയൻ അഭിഷിക്തനായതു ദൈവഹിതം. ദൈവഹിതം. സ്തുതിക്കാം, പുകഴ്ത്തിടാം, ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം. ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം. ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം. ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം. ക്രിസ്തുനാഥൻ കരുണയാൽ ക്രിസ്തുദാസ് അഭിഷിക്തനായി. ക്രിസ്തുനാഥൻ കരുണയാൽ ക്രിസ്തുദാസ് അഭിഷിക്തനായി. അനന്തപുരിതൻ അഭിമാനവാൻ വ്യക്തിഗതിരൂപതയ്ക്കാഹ്ലാദമായി.
വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ജനം കാത്തിരുന്നു നവമൊരു ഗീതം ശ്രവിച്ചിടാം ഇടയജനം കാത്തിരുന്നു നവമൊരു ഗീതം ശ്രവിച്ചിടാം അജഗണത്തിൻ പാലകനായി വാഗ്ദത്ത ദേശം കാട്ടിടാം ഇടയജനത്തെ നയിച്ചിടും കരുണ നിറയും ഇടയനിതാ വിശുദ്ധ ജനമേ ദൈവജനമേ ഒരുമയോടെ സ്തുതിച്ചിടാം സ്തുതിച്ചിടാം നമുക്കായി നല്ലൊരിടയൻ അഭിഷിക്തനായതു ദൈവഹിതം ദൈവഗീതം വിശുദ്ധ ജനമേ ദൈവജനമേ ഒരുമയോടെ സ്തുതിച്ചിടാം സ്തുതിച്ചിടാം നമുക്കായി നല്ലൊരിടയൻ അഭിഷിക്തനായതു ദൈവഗീതം ദൈവഗീതം സ്തുതിക്കാം പുകഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം സ്തുതിക്കാം പുകഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം ദൈവത്തിൻ കരുണയെ വാഴ്ത്തിടാം അനന്തപുരിയുടെ പുണ്യദിനം നിതാന്ത സൗഭഗധന്യദിനം അതിരൂപതയുടെ വരദദിനം ഇടയനു വരവേൽപ്പേകുക നാം